ഹലോ, ഞാൻ പ്രതാപൻ. എക്സലിൽ പലപ്പോഴും നമ്മൾ തയ്യാറാക്കപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റിന് ഡേറ്റുകളുടെ അടക്കം ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന ഡേറ്റുകൾക്ക് അതിനനുപാതികമായിട്ടുള്ള വീക്ക് ഡേയുടെ നമ്മൾക്ക് പലപ്പോഴായിട്ട് ആഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഡേറ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ വീക്ക് ഡേ ഏതാണെന്ന് ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾക്ക് ഒഴിവാക്കി നമ്മുടെ വർക്ക് വളരെ വേഗതയിൽ വളരെ ഈസി ആയിട്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലൂടെ നമ്മൾക്കത് ചെയ്യാൻ കഴിയും. നമുക്കെല്ലാവർക്കും അറിയാം, MS എക്സലിൽ ഫംഗ്ഷനുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടം കമാൻഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഫംഗ്ഷനുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർമുലകളാണ്. അതിനകത്ത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫോർമുലകളാണ്. ആ ഫംഗ്ഷനിലേക്ക് വേണ്ടുന്ന വാല്യൂവിനെ മാത്രം നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് തരത്തിലുള്ള പ്രവർത്തനമാണോ ആ പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് നമ്മൾക്ക് ആ സെല്ലിനകത്ത് ലഭ്യമാകുന്ന രീതിയിലാണ് ഫംഗ്ഷനുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. MS എക്സലിൽ പലതരത്തിലുള്ള അല്ലെങ്കിൽ പല മേഖലകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒട്ടനവധി ഫംഗ്ഷനുകൾ MS എക്സലിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു അക്കൗണ്ട്സ് പരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ അതേപോലെ തന്നെ ഡേറ്റ എൻട്രി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനുകൾ, സയൻറ്റിഫിക് ആയിട്ടുള്ള ഫംഗ്ഷനുകൾ, അങ്ങനെ പല മേഖലകളിൽ വളരെ എളുപ്പമാർഗത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോർമുലകളെ ഈസി ആയിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സഹായത്തിലൂടെയാണ് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റിന് അനുപാതികമായിട്ട് ആ ഡേറ്റിൻ്റെ വീക്ക് ഡേ ഏതാണെന്ന് അല്ലെങ്കിൽ ഡേ ഏതാണെന്ന് ഇൻസർട്ട് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനിലുള്ള യൂട്യൂബിലെ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ഓണാക്കിയിട്ടാൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോസ് ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാകുന്നതാണ്. എക്സലിൽ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നിരവധി ഡേറ്റുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഡേറ്റിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ഈക്വൽ സിമ്പൽ സ്റ്റാർട്ട് ചെയ്യുക. നമുക്കറിയാം, MS എക്സലിൽ ഏതൊരു ഫോർമുലയോ അല്ലെങ്കിൽ ഏതൊരു ഫംഗ്ഷനോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തുടക്കത്തിൽ നമ്മൾ ഈക്വൽ സിമ്പൽ കമ്പൽസറി ആയിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ MS എക്സലിൽ അതൊരു ഫോർമുലയാണെന്ന് കൺസിഡർ ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ടുന്ന കാൽക്കുലേഷൻ ചെയ്ത് തരത്തുള്ളൂ. ഇവിടെയും ഈക്വൽ സിമ്പൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ടൈപ്പ് ചെയ്യുക TEXT. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഏത് സെല്ലിൽ നിന്നുള്ള വാല്യൂവിനെയാണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, കോമ. അതിനുശേഷം നമ്മൾക്ക് ഡബിൾ കോട്ട്സിനകത്ത് D എന്ന് പറയുന്ന ലെറ്റർ 3 എണ്ണമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. 3 എണ്ണം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീക്ക് ഡേ ഷോർട്ടായിട്ട് മെൻഷൻ ചെയ്ത് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ 4D എന്ന് പറയുന്ന ലെറ്റർ ഇൻസർട്ട് ചെയ്താൽ മാത്രം മതി. നമുക്കവിടെ റിസൾട്ട് ക്രിയേറ്റ് ആയിരിക്കും. ഈക്വൽ സിമ്പൽ ടെസ്റ്റ്, അതിനുശേഷം ഏത് സെല്ലിലുള്ള വാല്യൂ ആണോ അത് ഉപയോഗിക്കുക, കോമ കൊടുക്കുക, ഡബിൾ കോട്ട്സിനകത്ത് D മെൻഷൻ ചെയ്യുക. 4 എണ്ണം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള വീക്ക് ഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഇതേ സെയിം ഫോർമുല തന്നെ നമുക്ക് മറ്റുള്ള സെല്ലുകളിലേക്ക് ഉപയോഗിക്കപ്പെടേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഡ്രാഗ് ചെയ്താൽ മതി, നമുക്ക് അതിൻ്റെ റിസൾട്ട് ലഭ്യമാകുന്നതാണ്. ഇവിടെ ഡേറ്റ് ഏത് തിരുത്തുന്നോ ആ സമയം തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് അതിൻ്റെ വീക്ക് ഡേ, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വീക്ക് ഡേയും ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് ഓക്കെ.